ഉജ്ജ്വലമാണ് എന്നാണ്. നമുക്ക് ക്രൈസ്തവ ലോകത്തോട് ചോദിക്കാനുള്ള ഉജ്ജ്വലമായ ചോദ്യങ്ങളിലൊന്ന്, എല്ലാ സ്ത്രീകളും ഈ പുണ്യം നേടാൻ ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ മണവാട്ടിയാകാൻ സ്ത്രീകൾ മുഴുവനും ശ്രമിക്കുകയും ചെയ്താൽ മനുഷ്യരാശി ഈ ലോകത്ത് നിന്നില്ലാതാകും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. ഒരാത്മാവിൽ നിന്നാണ് നിങ്ങളെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് സ്ത്രീ പുരുഷന്മാരെ ഈ ഭൂമുഖത്ത് അള്ളാഹു വിന്യസിച്ചിരിക്കുന്നത്. വിവാഹം പരിശുദ്ധവും ആരാധനയും. നോക്കണം, ഇസ്ലാമിൽ വിവാഹം ആരാധനയാണ്. ഇസ്ലാമിൽ ഭാര്യയുമായുള്ള ബന്ധപ്പെടൽ നമസ്കാരം ഇബാദത്താകുന്ന പോലെ, ഹജ്ജ് ഇബാദത്താകുന്ന പോലെ ഭാര്യയുമായി ഒരാള് അയാളുടെ മണിയറയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അയാൾ ആനന്ദം കൊള്ളുന്നുവെങ്കിൽ അയാൾക്ക് നമസ്കാരത്തിന് കിട്ടിയ പുണ്യം പോലെ അതൊരു ഇബാദത്താണ്. ലോകത്തൊരു ദർശനവും ഇതിപ്രകാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയുമായുള്ള ശാരീരിക ബന്ധം നമസ്കരിക്കുമ്പോൾ പടച്ചവന്റെ വജ്ഹ ആഗ്രഹിക്കുന്ന പോലെ ഭാര്യയുമായും ഭർത്താവുമായും ബന്ധപ്പെടുമ്പോൾ ഏതൊരു സ്ത്രീക്കും പുരുഷനും പുണ്യമുണ്ട്. അതൊരു മഹോന്നത കാര്യമാണ്. വ്യഭിചരിച്ചാൽ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുക വഴി ധാർമ്മിക നിലവാരം ഇസ്ലാം ലോകത്ത് വളർത്തി. ഈ നിലവാരം ഇക്കാലഘട്ടത്തിൽ പാടില്ലാത്തതാകുന്നു എന്നൊരാൾക്ക് പറയാൻ സാധിക്കില്ല. ഇസ്ലാമിന്റെ മൊറാലിറ്റി, ലോകത്ത് ഇസ്ലാം അവതരിപ്പിച്ച ദർശനം ആർക്കും നിഷേധിക്കാനാവില്ല. പെണ്ണിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പം, ഭാര്യ എന്ന നിലയിൽ ഒരു പെണ്ണെന്താകണം എന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പം, കച്ചവടത്തിന്റെ നേരും നിറയും പരിശോധിക്കപ്പെടുമ്പോൾ അവിടെയുള്ള ഇസ്ലാമിന്റെ കൺസെപ്റ്റ്, പലിശയെക്കുറിച്ചുള്ള ആധുനിക ലോകത്തെ എക്കണോമിക്കൽ ക്രൈസിസ് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പലിശയിൽ മുങ്ങിക്കുളിച്ച ബാങ്ക് സംവിധാനമുള്ള അമേരിക്കയുടെ പരാജയങ്ങളിൽ നിന്ന് ഒരേ ഒരു അറബ് രാജ്യം സൗദി അറേബ്യ പലിശ വിരുദ്ധമായ ഒരു സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ എക്കണോമിക്കൽ ക്രൈസിസ് നേരിടാത്ത ലോകത്തിലെ രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം സൗദി അറേബ്യക്ക് കിട്ടിയത് ചുമ്മാതല്ല. ജീവൽ ഗന്ധിയായ ഒരു ദർശനത്തെ 80% അവർ സ്വീകരിക്കാൻ സന്നദ്ധമായപ്പോഴാണ്. ലോകരാജ്യങ്ങളിൽ അമേരിക്കയുടെ കുറ്റകൃത്യത്തിന്റെ തോത്, ബ്രിട്ടനിലെ കുറ്റകൃത്യത്തിന്റെ തോത്, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ കുറ്റകൃത്യത്തിന്റെ തോത്, ഇന്തോനേഷ്യയിലെ കുറ്റകൃത്യത്തിന്റെ തോത്, അനവധി രാജ്യങ്ങളിലെ കുറ്റകൃത്യത്തിന്റെ തോത്, ചൈനയിലെ അതുപോലെയുള്ള പരിസരങ്ങളിലെ ജപ്പാനിലെ കുറ്റകൃത്യങ്ങളുടെ തോതുമായി, ലോകരാജ്യങ്ങളിലെ കുറ്റകൃത്യങ്ങളുടെ തോതുമായി സൗദി അറേബ്യയുടെ കുറ്റകൃത്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഖുർആനിന്റെ നിയമാവലി, ഖുർആനിന്റെ ശിക്ഷാ നിയമം എത്ര പെർഫെക്റ്റും എത്ര ചിന്തോദ്ദീപകവും, കുറ്റകൃത്യങ്ങളില്ലാത്ത ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് ഇസ്ലാമിന്റെ നിയമം പ്രാക്ടിക്കലായി എത്ര ഉപകാരപ്പെടുമെന്നതിന്റെ കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകളാണ്. അതാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. ഈ ഗ്രന്ഥം, ഈ ഖുർആൻ മാനവരാശിക്കാകമാനമുള്ള താക്കീതാണ്. എന്തിന്റെ പേരിൽ? അവർ സംസ്കാര സമ്പന്നതയുടെ ഭൂചണ്ഡഗിരിയിൽ നിന്ന് സംസ്കാര സമ്പന്നതയുടെ പടവുകൾ ചവിട്ടിക്കേറി അതിന്റെ സമ്മിത്തിൽ എത്തി നിൽക്കാനാണ് ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ബുദ്ധിയുടെ മതമായി, ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന മതമായി, ഒരിക്കലും കൊലവിളി നടത്തുകയല്ല, കൊല്ലുകയല്ല, ദാർശനികമായ ഒരു വെല്ലുവിളി. നിങ്ങൾ ചിന്തിക്കണം, വളരെ പ്രധാനമായി വിശുദ്ധ ഖുർആൻ ഓരോ പോയിന്റുകൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, ഖുർആനിനെ വിമർശിക്കുന്ന യുക്തിവാദികൾ, നിരീശ്വരവാദികൾ അവർ ഖുർആൻ വായിച്ചവരല്ല. ഖുർആനിൽ നിന്ന് നല്ല ആത്മാർത്ഥതയോടെ അതിന്റെ 1-ാം അധ്യായം മുതൽ അവസാനം വരെ വായിച്ചവരല്ല അവർ. കഴിഞ്ഞ കാലഘട്ടത്തിലെ അല്ലെ 50 കൊല്ലം മുമ്പുള്ള യുക്തിവാദികൾ എഴുതിയ അതേ വിമർശനം ലോകത്ത് നിങ്ങൾ നോക്കൂ. എല്ലാ യുക്തിവാദികൾക്കും എല്ലാ നിരീശ്വരവാദികൾക്കും ഒരേ രൂപത്തിലുള്ള വിമർശനമാണ് എല്ലാ സ്ഥലത്തും ലോകാടിസ്ഥാനത്തിൽ. എന്തേ അതിന് കാരണം? വ്യത്യസ്തതയില്ലാത്ത വിമർശനം. എന്തേ അതിന് കാരണം? ഖുർആൻ വായിച്ചിട്ടല്ല വിമർശനം. സുദർശൻ 24 ആയത്ത് ഖുർആനിൽ നിന്ന് തിരിച്ചണമെന്ന് പറയും. എന്തേ കാരണം? അത് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നു. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ വചനം, ഹതോവ പ്രാപ്സി സ്വർഗം ജിതോവ ബോക്ഷസേ മഹീം തസ്മാ ദുഃഖിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ അർജുന, കുന്തിപുത്ര, ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗമുണ്ട്.
നീ വിജയിച്ചാൽ ഈ രാജ്യം അനുഭവിക്കുക. ഞാൻ പറയുന്നു, ശ്രീമദ് ഭഗവത്ഗീത യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാകുന്നു. ഇന്ന് ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ മടയനാണ്, വിജ്ഞാനമില്ലാത്തവനാണ്. കാരണം യുദ്ധരംഗത്ത് ആ കോണ്ടസ്റ്റിൽ ഏതൊരു കോണ്ടസ്റ്റിലാണ് വേദഗ്രന്ഥം സംസാരിച്ചത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ നീ അങ്ങോട്ട് പോകേണ്ടതില്ല എന്നൊരു പിതാവ് പറയുന്നു. എന്നിട്ട് മകൻ വാദിക്കുന്നു, ഞാൻ എങ്ങോട്ടും പോകാൻ പാടില്ല, ഒരു കാലത്തും പോകാൻ പാടില്ല എന്നെന്റെ വാപ്പ എന്നെ വിലക്കി. ഇപ്പോൾ എന്ന പദം വിട്ടുകളയും. അപ്പോൾ ഇപ്പോൾ എന്നത് ഏതൊരു കോണ്ടക്റ്റിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. മഹാഭാരത യുദ്ധം, യുദ്ധരംഗത്ത് പകച്ചു നിൽക്കുന്ന അർജുനനോട് യുദ്ധത്തിന് പ്രചോദിപ്പിച്ചുകൊണ്ട് കച്ചവടം ഒരാള് ഒരു കട ഓപ്പൺ ചെയ്തു, എന്നിട്ട് കച്ചവടം ചെയ്യാതെ നിൽക്കുന്നു. അപ്പോൾ അവിടെ അവനോട് കച്ചവടത്തെ പറ്റി പറയും. ആ സംഭവം എടുത്തുദ്ധരിച്ച് നമ്മളതൊരു പ്രത്യേക സംഭവമാക്കി മാറ്റിയാൽ അതിന്റെ കോണ്ടസ്റ്റ് എന്താണെന്ന് പഠിക്കാതെ വിലയിരുത്തിയാൽ അപകടങ്ങൾ വരും. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, ശത്രു ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങോട്ട് വാളുകൊണ്ട് വെട്ടുന്നു. അവനെ കൊല്ലാൻ പറഞ്ഞാൽ നടന്നു പോകുന്ന ഹിന്ദുവിനെ കൊല്ലാൻ പറഞ്ഞു എന്ന് സുദർശൻ മനസ്സിലാക്കരുത്. പോപ്പുലർ ഫണ്ട് മനസ്സിലാക്കരുത്, സിമി മനസ്സിലാക്കരുത്. ലോകത്ത് ഒരു തീവ്രവാദിയും അതിനങ്ങനെ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കരുത്. അപ്പൊ ഇസ്ലാം ആധുനിക കാലഘട്ടത്തിൽ ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു ദർശനം എന്ന നിലയിൽ വളരെ ഗൗരവമായ ഒരു പഠനത്തിനെ, ഖുർആനിനെ നാം സമീപിക്കുകയാണ്, ഇസ്ലാമിനെ നാം സമീപിക്കുകയാണ്, പ്രവാചകനെ നാം സമീപിക്കുകയാണ്. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം പ്രായോഗികമാണോ, ഇസ്ലാം മാനവികമാണോ, ഇസ്ലാം കാരുണ്യത്തിൽ അധിഷ്ഠിതമാണോ, ഇസ്ലാം കൈവെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ, ഇസ്ലാം ക്രൂരമാണോ, ഇനി ഇസ്ലാം നിലനിന്നാൽ ലോകമൊക്കെ അപകടത്തിലായി പോകും എന്ന ചിന്ത, ഇതിനെ ട്രീറ്റ് ചെയ്യാൻ, വിശുദ്ധ ഇസ്ലാമിനെ സമഗ്രമായി പഠിക്കാൻ ഈ സദസ്സിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അന്തസ്സുണ്ടാകണം, നമുക്ക് അഭിമാനബോധമുണ്ടാകണം. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒറ്റ പോയിന്റ് മാത്രം ഞാൻ ആ വിഷയത്തിൽ പറയാം. നിങ്ങളൊരു ക്രിസ്ത്യാനിയെ, ജോസഫിനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചിട്ട് ജോസഫിനോട് നിങ്ങൾ ചോദിക്കുക, യേശുക്രിസ്തുവിനെ നീ അംഗീകരിക്കുന്നുണ്ടോ? അവൻ പറയും അതെ. യേശുക്രിസ്തു മഹാനാണോ? അതെ. യേശുക്രിസ്തുവിനേക്കാൾ മഹാനുണ്ടോ? ഇല്ല. യേശുക്രിസ്തു എല്ലാ കാര്യത്തിലും മാതൃകയാണോ? അതെ. എങ്കിൽ നിങ്ങൾ ചോദിക്കൂ, യേശുക്രിസ്തു ഭാര്യയോട് എങ്ങനെ പെരുമാറി? യേശുക്രിസ്തു ഭാര്യയോട് എങ്ങനെ പെരുമാറി? യേശുക്രിസ്തു മക്കളോട് എങ്ങനെ പെരുമാറി? യേശുക്രിസ്തു ഭാര്യാപിതാവിനോട് എങ്ങനെ പെരുമാറി? യേശുക്രിസ്തു ഭാര്യ മാതാവിനോട് എങ്ങനെ പെരുമാറി? യേശുക്രിസ്തുവിന് ഭാര്യയില്ല, മക്കളില്ല, അതുകൊണ്ട് തന്നെ ഭാര്യാപിതാവില്ല, ഭാര്യ മാതാവില്ല. അതുവഴിയുള്ള കണക്ഷനോ അതുവഴിയുള്ള ബന്ധങ്ങളോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിന്തിച്ചോ, എന്റെ ഭാര്യയുടെ വാപ്പ, എന്റെ ഭാര്യയുടെ മാതാവ് എനിക്ക് പിതാവിനെ പോലെയാണ്, എന്റെ ഉമ്മയുടെ അനുജത്തി എനിക്ക് ഉമ്മയെ പോലെയാണ്. ഇതൊക്കെ പഠിപ്പിച്ചത് പ്രവാചകനാണ്. എന്നാൽ ഇങ്ങനെ സമഗ്രമായി ഈ രംഗം യേശുക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബൈബിൾ പറയുന്നത് അങ്ങനെയാ. കാരണം എന്താണ്? ഇസ്രായേൽ ഭവനത്തിൽ കാണാതെ പോയ കുഞ്ഞാടുകളിലേക്കാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ബൈബിൾ പോലും പറയുന്നത് അങ്ങനെ. യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിന് പരിമിതിയുണ്ട്. മാത്രവുമല്ല, യേശുക്രിസ്തു തന്നെ പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. മൂന്നാമത്തെ വാക്ക്, അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സർവസത്യത്തിലേക്കും വഴി നടത്തും. അതിന്റെ അർത്ഥം എന്താണ്? ഞാനിപ്പോൾ നിങ്ങളെ സർവസത്യത്തിലേക്കും നയിക്കാൻ വന്നവനല്ല. എന്നെ ഏൽപ്പിച്ച പരിമിതമായ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട്, എന്നെ ഏൽപ്പിച്ച ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എല്ലാം പഠിപ്പിക്കാൻ, നീതിയെ പറ്റി പഠിപ്പിക്കാൻ, ന്യായനാളിനെ പറ്റി പഠിപ്പിക്കാൻ, സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്താൻ ഒരാചാര്യൻ വരാനുണ്ട്. ഏതസ്മിൻ നന്ദരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹമ്മദി വിഖ്യാത ശിഷ്യശാഖാ സമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായ ഒരാചാര്യൻ വരും. ആ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകനാണ്. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി കച്ചവടത്തിൽ മാതൃക കാണിച്ചു, യേശുക്രിസ്തു കച്ചവടത്തിൽ മാതൃക കാണിച്ചു. നിങ്ങൾക്ക് പരിശോധിക്കാം. മുഹമ്മദ് നബി കച്ചവട സംഘത്തെ നയിച്ചു, യേശുക്രിസ്തു കച്ചവട സംഘത്തെ നയിച്ചുവോ? ശ്രീരാമൻ കച്ചവട സംഘത്തെ നയിച്ചുവോ? അതുപോലെ ശ്രീകൃഷ്ണൻ കച്ചവട സംഘത്തെ നയിച്ചുവോ? ഏതെങ്കിലും ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആചാര്യന്മാർ നല്ല ഭർത്താവായി, നല്ല മകനായി, നല്ല മരുമകനായി, നല്ല പിതാവായി, നല്ല അമ്മോശനായി ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അബൂ സുഫിയാൻ
പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ഏറ്റവും വലിയ ശത്രുക്കളിൽ നമ്പർ 1 അതായിരുന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാന്റെ മകളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശത്രുവിന്റെ ഉദാഹരണം വളരെ ലളിതമായ ഉദാഹരണം. ആ ഉദാഹരണം ഇതിന് തെറ്റാണ് എന്ന അഭിപ്രായത്തിലല്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. ഉസാമ ബിൻ ലാദൻ അമേരിക്കയിലെ ജോർജ് ഡബ്ല്യു ബുഷിന്റെ മോളെ കല്യാണം കഴിക്കാം. എന്നിട്ട് ജോർജ് ഡബ്ല്യു ബുഷ് ഉസാമ ബിൻ ലാദനെ പറ്റി പറയാം. എനിക്ക് ശക്തമായ വിയോജിപ്പ് ഉസാമ ബിൻ ലാദനോട് ഉണ്ടെങ്കിലും എന്റെ മകൾക്ക് കിട്ടിയ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവാണ് ഉസാമ ബിൻ ലാദൻ എന്ന് ജോർജ് ഡബ്ല്യു ബുഷ് പറയുന്നതിന് ചെറിയ ഒരു ഉദാഹരണം. തുല്യമാണ് എന്ന വാദം എനിക്കില്ല, തർക്കിക്കാൻ ഞാനില്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരാൻ, മുഹമ്മദ് നബി അബൂ സുഫിയാന്റെ മകളെ കല്യാണം കഴിച്ചപ്പോ ആ വിവാഹത്തെക്കുറിച്ച് അബൂ സുഫിയാൻ